തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിൽ ചിദംബരത്തിന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന പിച്ചാവരം കണ്ടൽക്കാടുകളെ പിച്ചാവരം മാൻഗ്രൂവ് ഫോറസ്റ്റ്. ലോകത്തിലെ രണ്ടാമത്തെ വലിയ കണ്ടൽക്കാടാണ് പിച്ചാവരം. പ്രകൃതി ഭംഗി കൊണ്ടും ജൈവ വൈവിധ്യം കൊണ്ടും ഈ പ്രദേശം സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാണ്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ. ദ്വീപുകളുടെ ശൃംഖല. ഏകദേശം 1100 ഹെക്ടർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന പിച്ചാവരത്തിൽ 50ഓളം ചെറിയ ദ്വീപുകളുണ്ട്. ജലപാതകൾ. ഈ ദ്വീപുകൾക്കിടയിലൂടെ ഏകദേശം 4000തോളം ചെറിയ കനാൽ വഴികളും നീർച്ചാലുകളും കടന്നുപോകുന്നു. സ്വാഭാവിക തുരങ്കങ്ങൾ. മരങ്ങൾ കനാലുകൾക്ക് മുകളിലേക്ക് വളർന്നു നിൽക്കുന്നതുകൊണ്ട് പലയിടങ്ങളിലും പച്ചപ്പാർന്ന തുരങ്കങ്ങളിലൂടെ യാത്ര ചെയ്യുന്നത് പോലുള്ള അനുഭവം സഞ്ചാരികൾക്ക് ലഭിക്കുന്നു. സസ്യജാലങ്ങളും ജീവജാലങ്ങളും. കണ്ടൽ ചെടികൾ. ഇവിടെ 20ഓളം വ്യത്യസ്ത ഇനം കണ്ടൽ ചെടികളുണ്ട്. വെള്ളത്തിൽ പൊന്തി നിൽക്കുന്ന വേരുകളുള്ള റൈസോഫോറ ഇനങ്ങളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. പക്ഷി സങ്കേതം. ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിൽ ധാരാളം ദേശാടന പക്ഷികൾ ഇവിടെ എത്താറുണ്ട്. പെലിക്കൺ, ഹെറോൺ തുടങ്ങിയ പക്ഷികളെ ഇവിടെ കാണാം. മത്സ്യസമ്പത്ത്. ചെമ്മീൻ, ഞണ്ട് എന്നിവയുടെ വലിയൊരു പ്രജനന കേന്ദ്രം കൂടിയാണിത്. ബോട്ടിംഗ് പ്രധാന ആകർഷണം. പിച്ചാവരം കാണാൻ ഏറ്റവും നല്ല മാർഗം ബോട്ടിൽ യാത്ര ചെയ്യുക എന്നതാണ്. 2 തരത്തിലുള്ള ബോട്ടുകൾ ഇവിടെ ലഭ്യമാണ്. തുഴവള്ളങ്ങൾ, റോബോട്ട്സ്. കാടിന്റെ ഉൾഭാഗങ്ങളിലെ ഇടുങ്ങിയ കനാലുകളിലൂടെ പോകാൻ ഇവയാണ് ഏറ്റവും അനുയോജ്യം. പ്രകൃതിയുടെ ശബ്ദം ആസ്വദിക്കാനും പക്ഷികളെ കാണാനും ഇത് സഹായിക്കും. മോട്ടോർ ബോട്ടുകൾ. പ്രധാന ജലപാതകളിലൂടെ വേഗത്തിൽ ചുറ്റിക്കാണാൻ ഇവ ഉപയോഗിക്കാം. എന്നാൽ ഉൾവശങ്ങളിലേക്ക് പോകാൻ സാധിക്കില്ല. പ്രകൃതിയുടെ കവചം. 2004 സുനാമി സമയത്ത് പിച്ചാവരം കണ്ടൽക്കാടുകൾ ഒരു വലിയ പ്രതിരോധമായി വർത്തിച്ചു. തിരമാലകളുടെ ശക്തി കുറയ്ക്കാൻ ഈ കാടുകൾക്ക് സാധിച്ചതിനാൽ സമീപത്തുള്ള ഗ്രാമങ്ങളിൽ നാശനഷ്ടങ്ങൾ വളരെ കുറവായിരുന്നു. സന്ദർശകർക്കായി ചില വിവരങ്ങൾ. സന്ദർശിക്കാൻ പറ്റിയ സമയം നവംബർ മുതൽ ഫെബ്രുവരി വരെ. എങ്ങനെ എത്താം? ചിദംബരത്തു നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ദൂരമേയുള്ളൂ. തമിഴ്നാട് ടൂറിസം വകുപ്പിന്റെ TTDC ബോട്ടുകൾ ഇവിടെ ലഭ്യമാണ്.